ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ കാറ്റസ് പ്ലാന്റിന് ശേഷം അവതരിപ്പിക്കുന്നു ഒരു മോണിസ്റ്റർ പ്ലാന്റ് ഉണ്ടാക്കുന്നത്. ഒരു മിനി മോണിസ്റ്റർ പ്ലാന്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ കാറ്റസ് പ്ലാന്റിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി ജസ്റ്റ് കണ്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ? ആദ്യം തന്നെ നമ്മളൊരു മോണിസ്റ്റർ പ്ലാന്റിൻ്റെ ലീഫ് ഒന്ന് സ്കെച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ മാസ്കിൻ ടേപ്പ് എടുക്കുക, കമ്പി അതിനകത്ത് ഒട്ടിക്കുക, അത് ഇതേപോലെ ഒന്ന് സ്കെച്ച് ചെയ്തെടുക്കുക. പെൻസിൽ കൊണ്ട് സ്കെച്ച് ചെയ്യണതിൽ കൂടുതൽ പേനയെ കൊണ്ട് സ്കെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിത് കട്ടയിൽ പരിപാടീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻ്റ് അടിക്കലാണ്. അപ്പോൾ ഒരു ഗ്രീൻ കളർ എടുക്കുക, ഇതേപോലെ അങ്ങോട്ട് പെയിൻ്റ് അടിച്ചു. അതിനുശേഷം അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിക്ക് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് റൗണ്ടായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ അതിനൊരു ബ്ലാക്ക് പെയിൻ്റാണ് അടിച്ചത്, പക്ഷേ എനിക്കത് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ എന്ത് വിചാരിച്ചു, ഗോൾഡൻ അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഗോൾഡൻ ആകുമ്പോൾ കാണാനും നല്ല കൂളാണ്, ഒരു റിച്ച് ലുക്കൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ നമുക്കൊരു എസ്തെറ്റിക് ലുക്കും കിട്ടും. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഗോൾഡൻ ഇതേപോലെ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്പോഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ലീവ്സ് ഉണ്ടല്ലോ, അത് ഓരോന്നും എടുത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ ഗൈസ്, പരിപാടീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, നമ്മുടെ മിനി മോണിസ്റ്റർ പ്ലാന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ കുട്ടീസ്.